എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു 100 ദിവസം ചെയ്യുന്ന ജോലി നമുക്കൊരു 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരാഴ്ചയൊക്കെ നല്ലതുപോലെ പരിശ്രമിച്ച് ചെയ്യുന്ന ജോലി നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 6ാം ഇന്ദ്രിയമായിട്ട് തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുക, എന്തൊക്കെ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ChatGPT കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഉപയോഗം പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രോംപ്റ്റൊക്കെ എഴുതി 6-7 പേജൊക്കെ പ്രോംപ്റ്റൊക്കെ എഴുതി നമുക്ക് അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വഴികൾ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടുന്ന രീതിയിൽ, പല വിധത്തിൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ 1% പോലും പോട്ടെ, 0.5% പോലും അതിൻ്റെ പ്രയോജനം നമ്മളെ കൊണ്ട് എടുക്കാനായിട്ട്, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പോലും എടുക്കാനായിട്ട് പറ്റുന്നില്ല, അത്രയും ബൃഹത്താണത്. അപ്പം ഒരുപാട് എഴുതാനായിട്ട് ആശയങ്ങൾ, ഓട്ടോമേഷന്, ഇമെയിൽ, സ്ക്രിപ്റ്റ് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നൊരിതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ടൊരു 10, 30, 40 എണ്ണത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ഭാരം വളരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഗൂഗിൾ കാലണ്ടർ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് അത് വളരെ എല്ലാ മീറ്റിങ്ങുകൾക്കും ഷെഡ്യൂൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ കാലണ്ടറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റിങ്ങുകൾ നന്നായിട്ട് ബുക്ക് ചെയ്യാനും അത് ഓട്ടോമേറ്റ് ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ലോകം മുഴുവൻ അത് ഒരേ സമയത്ത് നമുക്കത് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ നോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാസ്ക് മാനേജ് ചെയ്യാനായിട്ട്, നോട്ട്സ് തയ്യാറാക്കാൻ, അതുപോലെ നമുക്ക് ദിനം പ്രതിയുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ വളരെ നല്ലതാണ്. ട്രെല്ലോ എന്ന് പറഞ്ഞൊരു ടാസ്ക് പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് എവിടം വരെ ആയി, ഇനി എന്ത് ചെയ്യാനുണ്ട്, കൂടുതൽ ചെയ്യാനുണ്ടോ. അതുപോലെ തന്നെ ഗൂഗിൾ കീപ്പ് നമ്മൾ വളരെ ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ വേഗത്തിലുള്ള നോട്ടുകൾ നമുക്ക് തയ്യാറാക്കാനും ആശയം ഉടൻ തന്നെ നമുക്ക് കുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ എവർനോട്ട്, അതൊക്കെ ഒരുപാട് ഉപയോഗിച്ച് തെളിഞ്ഞിട്ടുള്ളതാണ്. ഡോക്യുമെൻ്റ് സ്റ്റോറേജ് ചെയ്യാനും അതിൻ്റെ എല്ലാം ഫലം നമുക്ക് ഒരിടത്തു തന്നെ എടുക്കാനായിട്ടും. അതുപോലെ തന്നെ ഗ്രാമർലി വളരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഭയങ്കരമായ മാറ്റങ്ങളോട് കൂടി വന്നിട്ടുണ്ട് ഗ്രാമർലി. അപ്പോൾ നമ്മുടെ എഴുത്തുകൾ തെറ്റില്ലാതാക്കാനായിട്ട്, വളരെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതാക്കാനായിട്ട്, ഇമെയിലുകൾ, ഡോക്യുമെൻറ്റുകളൊക്കെ വളരെ മെച്ചപ്പെടുത്തി നമുക്ക് അയക്കാനായിട്ട് പറ്റും. ക്യാൻവ നമുക്ക് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയ്ക്കൊക്കെ പെട്ടെന്ന് പോസ്റ്റുകളൊക്കെ ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിഗ്മ, ഈ പ്രൊഫഷണൽ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്, അപ്പോൾ ടീം ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ ലോകമായിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതിന് സൂം മീറ്റിംഗ് ഓൺലൈൻ, അതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരുപാട് സാധ്യതകളുള്ളതാണത്. ഇനി അടുത്തത് ഈ മീറ്റിങ്ങുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആരെയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഗൂഗിളിൽ നിന്ന് എടുത്ത് അത് മീറ്റിങ്ങിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ജിമെയിൽ വഴി അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ജിമെയിലിൽ കൊടുക്കുന്നു, പെട്ടെന്ന് അവിടെ കണക്ട് ചെയ്യുന്നു. ലൂം അതിൻ്റെ ഉപയോഗം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലൂടെ വിശദീകരണങ്ങൾ കൊടുക്കുക. എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ചെറിയ വീഡിയോകളിലൂടെ നമുക്ക് അപ്പോൾ വിശദീകരണങ്ങൾ കൊടുക്കാം. ക്ലയൻറ്റിന് അപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ പറഞ്ഞ് അയച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. സ്ലാക്ക് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് വളരെ ഉപയോഗം കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇമെയിലിൻ്റെ ഇത് കുറയ്ക്കാം, നമുക്ക് ചിലവുകൾ ഒരുപാട് കുറച്ച് പെട്ടെന്ന് നടക്കും. പിന്നെ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യാലിറ്റി അറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. ഓട്ടോ റിപ്ലൈ ഒക്കെ നമുക്ക് സജ്ജമാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്കങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെനിചാറ്റ് എന്ന് പറയുന്നത്, മെനിചാറ്റിനകത്ത് ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാം, ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡിനെ നമ്മളെങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം, ആ ലീഡിനെ നമ്മളെങ്ങനെ ഹാർനസ് ചെയ്യാനായിട്ട് പറ്റും. ബഫർ എന്ന് പറഞ്ഞ പോസ്റ്റുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, 1 മാസം മുൻകൂട്ടി വരെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട്. സാപ്പിയർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ആപ്പുകൾ തമ്മിൽ പല ആപ്പുകൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് എല്ലാം ഒറ്റ സിസ്റ്റമായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് വർക്ക് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ IFTTT എന്ന് പറയുന്ന ഓട്ടോമേഷൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, അപ്പോൾ ഫയൽ മാനേജ്മെൻറ്റ് അത് വളരെ എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും. എല്ലാം ക്ലൗഡിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡ്രോപ്പ് ബോക്സ്, ഫയൽ ഷെയറിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര വലിയ ഫയലുകളാണെങ്കിലും ക്ലയൻസുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
അതുപോലെ ഡോക്യുസൈൻ്റെ ഉപയോഗം ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാനും പെട്ടെന്ന് അയച്ചു കൊടുക്കാനും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് വന്നാലേ പല ബിസിനസ്സുകളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓൺലൈൻ കരാറുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ കോപൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ AI നമുക്ക് എടുത്ത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് അതിനെ ഡോക്യുമെൻ്റ് ആക്കി മാറ്റാനായിട്ട്. എക്സലിനകത്ത് നമുക്ക് എങ്ങനെയാണ് AI ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്? ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് എക്സലിനകത്ത്. ഓട്ടോമേഷൻ നമുക്ക് ഫോർമുലകൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഭയങ്കര ഈസിയാണ്, അറിയത്തില്ലാത്തവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ ഷീറ്റ് വളരെ നന്നായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനും എല്ലാം ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക. ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല. ഇനി ഓൺലൈൻ ഡേറ്റ എങ്ങനെയാണ് നമുക്ക് ഷെയറിങ് ചെയ്യാനായിട്ട് പറ്റുക? അതുപോലെ മറ്റൊരിതാണ് നമുക്ക് വോട്ടറാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രസ് മീറ്റിനകത്ത് വേറൊരു മീറ്റിങ്ങിലോ കോടതിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പറയുന്ന മുഴുവൻ നമ്മുടെ ടെക്സ്റ്റായിട്ട് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ അടിച്ച് വന്നോളൂ എത്ര വന്നു കഴിഞ്ഞാലും. അതല്ല അവർക്ക് അറിയത്തില്ലാത്ത ഭാഷയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ബാക്കപ്പായിട്ട് ഓഡിയോയും കൂടെ റെക്കോർഡായിട്ട് ഓഡിയോയും ടെക്സ്റ്റുമായിട്ട് കാണും, ടെക്സ്റ്റും മാത്രമായിട്ട് കാണും. പിന്നെ അതുപോലെ ടർബോസ്ക്രൈബ് എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടത്താനായിട്ട് സെമിനാറുകളിലൊക്കെ ടെക്സ്റ്റായിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഓപ്പസ് ക്ലിപ്പ് എന്ന് പറയുന്നത്, ഓപ്പസ് ക്ലിപ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉപയോഗം പെട്ടെന്ന് വീഡിയോ റീൽസുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറൽ കണ്ടൻറ്റുകളൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി അടുത്തത് 11 ലാബ്സിലാണ് നമുക്ക് നല്ല ഓഡിയോകൾ നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ഓഡിയോ കോണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ CRM ഉണ്ട്, മിനി CRM ഉണ്ട്, സോഹോ CRM ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹബ്സ്പോട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ക്ലിക്കപ്പ്, അപ്പോൾ ടാസ്ക് മാനേജ് ചെയ്യാനായിട്ട് ടീമുകളുടെ ടാസ്ക്, അപ്പോൾ ഡെഡ് ലൈനുകൾ നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാനായിട്ട്. പിന്നെ മറ്റൊന്നുണ്ട് ആസാന എന്ന് പറയുന്നത്, അപ്പോൾ ടീം കോർഡിനേഷൻ നടത്താനായിട്ട് പ്രോജക്റ്റുകൾ വേർതിരിച്ച് എങ്ങനെ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ monday.com എന്ന് പറയുന്ന വളരെ ഈ വർക്ക് ഫ്ലോർ ട്രാക്കിങ് നമുക്ക് ചെയ്യാനായിട്ട്, ഡാഷ്ബോർഡ് എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് എയർ ടേബിൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഷീറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൽ നിരത്തി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് അത് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഡേറ്റ മാനേജ് ചെയ്യാനായിട്ട് വളരെ സൗകര്യമാണ്. പിന്നെ മിറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, AI ആണെങ്കിൽ നമ്മുടെ ഈ ആശയങ്ങൾ പ്ലാനിങ് ടീമിനെ നമുക്ക് എങ്ങനെയാണ് ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ മൈസ്റ്റർ എന്ന് പറയുന്ന അതുണ്ട്. അതിനകത്താണെങ്കിൽ മൈൻഡ് മാപ്പ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ മൈൻഡ് എന്ന് പറയുന്ന നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുന്ന അതിന് പ്രോജക്റ്റ് പ്ലാനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ റെസ്ക്യൂ ടൈം എന്ന് പറയുന്നത് വളരെ പ്രയോജനപ്പെടുന്ന, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, സമയം എങ്ങനെ നമുക്ക് ചിലവാക്കുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നഷ്ടപ്പെടുന്ന എവിടെ നിന്നൊക്കെയാണ് കണ്ടത് അത് കണ്ടെത്തി നമുക്ക് അതുകൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ ഈ ടോഗിൾ എന്ന് പറയുന്ന, അപ്പോൾ ടൈം ട്രാക്ക് ചെയ്യാനായിട്ട് ഓരോ ടാസ്കും സമയം വിത്തിൻ ടൈമിന് നമുക്ക് തീർക്കാനായിട്ട് ഒരുപാട് ഇതുണ്ട്. അതുപോലെ തന്നെ ക്ലോക്കിഫൈ, അവിടെ നമുക്ക് ടൈം മാനേജ്മെൻറ്റിന് ക്ലോക്കിഫൈ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ദിവസേനയുള്ള പ്രവർത്തനം കണ്ടെത്താനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് പാസ്, അതിൻ്റെ ഉപയോഗം, പാസ്വേഡ്, അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് പാസ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് മാനേജ്മെൻറ്റ് എല്ലാ അക്കൗണ്ടുകളും വളരെ സുരക്ഷിതമായി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൺ പാസ്വേഡ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതിനകത്ത് നമുക്ക് സുരക്ഷ വളരെ എങ്ങനെയായിട്ട്, അപ്പോൾ ഒറ്റ മാസ്റ്റർ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർഡ് VPN, അപ്പോൾ ഓൺലൈനിൽ എങ്ങനെ നമുക്ക് അങ്ങനെ സുരക്ഷിതമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക. അഡോബി സ്കാന്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള എന്ത് സംഭവം പെട്ടെന്ന് സെക്കൻഡ്സിനകത്ത് നമുക്ക് ഒരിടത്ത് അയച്ചു കൊടുക്കാനായിട്ട്, അത് സ്കാൻ ചെയ്തെടുക്കാനായിട്ട്, ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനും അയക്കാനായിട്ട്, മൊബൈലിൽ PDF ആയിട്ട് നമുക്ക് അയക്കാനായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കാം സ്കാനർ എന്നൊക്കെ നേരത്തെ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്, 10 വർഷത്തേക്കുള്ളിൽ ഉപയോഗിക്കുന്നതാണ്. സ്കാനിങ് എങ്ങനെയാണ് നമുക്കത് ഫയൽ ചെയ്യുക, എങ്ങനെയാണ് ഡിജിറ്റലൈസ് ചെയ്ത് ഫയലുകളെ സൂക്ഷിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് PDF എക്സ്പേർട്ട് നമുക്ക് ഉപയോഗിക്കാം. PDF എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒപ്പിടൽ എങ്ങനെയാണ്, എഡിറ്റിങ്.
പിന്നെ സ്മോൾ PDF എന്ന് പറയുന്ന വളരെ ഉപയോഗപ്രദമായൊരു ഓപ്ഷനാണ് നമുക്കവിടെ. PDF കൺവേർഷൻ ചെയ്യാനായിട്ട് പറ്റും, മെർജ് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡ്രോപ്പ് ബോക്സ് സൈൻ എന്ന് പറയുന്ന ഇതുണ്ട്. നമുക്ക് ഈ സിഗ്നേച്ചർ ഇട്ട് പെട്ടെന്ന് തന്നെ കരാറുകൾ ഉറപ്പിക്കാനായിട്ടും കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാക്കാനായിട്ട്. ഹബ് സ്പോട്ട് ഉണ്ട്. ഹബ് സ്പോട്ടിനകത്ത് നമുക്ക് മാർക്കറ്റിങ്ങിനും മറ്റ് CRMകൾക്കുമായിട്ട് ഉപയോഗിക്കാനായിട്ട് ലോയേഴ്സിനൊക്കെ ഇത് വളരെ സഹായകരമായിരിക്കും. ലീഡ് എങ്ങനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോഹോ CRM കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ, സെയിൽസ് മാനേജ്മെൻറ്റ് എങ്ങനെ, ട്രാക്കിംഗ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെയാണ് മറ്റൊന്ന് നമുക്ക് ഈ ഫ്രഷ് ഡെസ്ക് എന്ന് പറയുന്നത്. കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെ, അപ്പോൾ ടിക്കറ്റ് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതുപോലെ തന്നെ സെൻഡ് ഡെസ്ക് എന്ന് പറയുന്നത് നമുക്ക്, അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് നമുക്ക് ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അതാത് സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് മെയിൽ ചിപ്പ്. മെയിൽ ചിപ്പിനകത്ത് നമുക്ക് എത്ര മെയിലുകൾ വേണമെങ്കിലും അയക്കാം. അവർ സബ്സ്ക്രൈബ് ചെയ്ത് അതൊരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, അഫോർഡബിളാണ്. അപ്പോൾ ഓട്ടോ മെയിൽ ക്യാമ്പയിൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കൺവേർട്ട് കിറ്റ്, അപ്പോൾ അവിടെ നമുക്ക് ലീഡ് നർച്ചർ ചെയ്യാനായിട്ടും ഫോളോ അപ്പ് ചെയ്യാനായിട്ടും സീരീസ് ഓഫ് മെയിലുകൾ അയക്കാനായിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഹോട്ട് സ്യൂട്ട് വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് നമുക്ക് എല്ലായിടത്തും ഒരിടത്തു നിന്ന് തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഈ ലേറ്റർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം സ്കെഡ്യൂൾ ചെയ്യാം, വിഷ്വൽസ് പ്ലാൻ ചെയ്ത് ഓരോന്നായിട്ട്. ക്യാം കട്ട് എന്ന് പറയുന്ന നമുക്ക് വീഡിയോ എഡിറ്റിംഗ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്, എങ്ങനെ നമുക്ക് റീലുകൾ തയ്യാറാക്കാനായിട്ട് പറ്റും, ഡിസ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, വീഡിയോ ഓഡിറ്റ് ചെയ്ത് എങ്ങനെ ടെക്സ്റ്റ് വഴി നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ അതിനകത്ത് പഠിക്കും. പിന്നെ പിക്ചറി എന്ന് പറഞ്ഞ സംഭവം, അതിനകത്ത് AIക്കകത്ത് എങ്ങനെയാണ് നമുക്ക് ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിലുണ്ടാക്കുന്ന വീഡിയോകൾ ഒക്കെ ആയിട്ട്. പിന്നെ റൺവേ ML എന്ന് പറയുന്ന അതിനകത്ത് നമുക്ക് AI വീഡിയോ ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഫഷണൽ കോണ്ടൻറ്റുകൾ നമുക്ക് നിർമ്മിച്ച് നമ്മൾ ഇതിലെടുത്ത് എത്താനായിട്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ഇതെല്ലാം തന്നെ നമ്മുടെ നമ്മൾ ഒരാഴ്ച മുഴുവനും കിടന്ന് ജോലി ചെയ്യുന്നത് നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാനേജ്. പക്ഷെ ഒന്ന് പഠിച്ചെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. നമ്മളിപ്പം ഇന്നൊക്കെ തുടങ്ങി രാത്രി 8:30 മുതൽ ഇന്ത്യൻ ടൈം രാത്രി 8:30 മണി മുതൽ 1.5 മണിക്കൂർ നമ്മളിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 ദിവസം അത് പഠിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ യൂസബിലിറ്റി നോക്കിയിട്ട് മാത്രം നിങ്ങൾ പേ ചെയ്ത് ചേർന്നാൽ മതി എന്നൊക്കെ വന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കയറാനായിട്ടുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അതിൽ കയറി 2-3 ദിവസം നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ തൊഴിലിൻ്റെ മേഖലയിൽ പിന്നെ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ടൊരു പ്രോംപ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക മേഖല മാത്രം നാരോ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന ഒരു 100 മെത്തേഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഇതുവരെ ആ വഴിക്കേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിൽ പോലും നമുക്ക് സാധ്യതകൾ കിട്ടുവാണ്. നിങ്ങൾക്കിത് കഴിയട്ടെ, എത്രയും പെട്ടെന്ന് കണക്റ്റ് ആകുക. ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ ഇതിലോട്ട് ബന്ധപ്പെട്ട് വൈകിട്ട് 8:30 കയറാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.